വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റില്ല, ഏകദേശം ഉച്ചയൊക്കെ ആയിട്ട് എഴുന്നേറ്റ്. ഇന്നലെ ഞാൻ പാതിരാത്രി കയറി വന്നത് നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെ വീഡിയോ ഒക്കെ ചെയ്ത് എനിക്ക് അടുത്ത ഗോസ്റ്റ് ഹൗസിനെ വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അവിടെ രാത്രി നിന്ന് രാത്രി ആൾക്കാർ വന്ന് ഇറക്കുമെന്ന് പറഞ്ഞു. ഞാൻ തിരക്കിയായിരുന്നു. അവിടെ വെളിച്ചമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ഇറക്കുമെന്ന്. ഫ്രീ ആയിട്ട് വെക്കേറ്റ് ആയ ഹോണ്ടഡ് ഹൗസിൽ പ്രേതമായിട്ട് നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. അപ്പോൾ അതങ്ങനെയാണ്. നോക്കട്ടെ, തമിഴ്നാട്ടിൽ വല്ല സ്ഥലം ഉണ്ടോ നോക്കാം. അതായിരിക്കും എനിക്ക് പറ്റുന്നൊരു പ്രേതം. തമിഴ് പ്രേതത്തിനെ പിടിക്കാം. ഞാൻ പാർസൽ എന്തൊക്കെ ചോദിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ ഒരു നല്ല സ്ഥലമുണ്ട് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇന്നലെ ഞാൻ മറ്റേ പ്രോട്ടീൻ പൗഡർ അമ്മയ്ക്ക് വേണ്ടി മേടിക്കാത്ത ഞാൻ പറഞ്ഞില്ലായിരുന്നു. അമ്മ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ഈ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഇടയിൽ എക്സസൈസ് ആണെന്ന് ഗസ് ചെയ്യാനല്ല, ഇത് ഏത് എക്സസൈസ് ആണെന്ന് പറഞ്ഞ് അയച്ചു തരുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് ഇരുട്ടത്ത് ജസ്റ്റ് ഈ വെയിറ്റ്സിന്റെ മാത്രം ഇങ്ങനെ പ്ലേറ്റ് അയച്ചു തരും. ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫുൾ ആയിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ സീറ്റഡ് റോ ആണ് അമ്മ ചെയ്യുന്നത്. ഇത് ലാറ്റ്സ് പുൾ ഡൗൺ, ഇത് വല്ല ഷോൾഡർ പ്രസ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നത് കക്ഷിയാകത്തുണ്ട്. എന്താ അമ്മ ജിമ്മിൽ ഇപ്പൊ കൊടുക്കത്ത ഇതൊക്കെയാണെന്ന് പറയുന്നത് കേട്ട്. ജിമ്മിന്റെ ഫോട്ടോ എക്യുപ്മെന്റിന്റെ ഫോട്ടോ ഒക്കെ അമ്മ നേരത്തെ അയച്ചു തരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ അതെ, ഇതാ ഈ വർക്കൗട്ടാ ചെയ്യുന്നത്. ഈ വർക്കൗട്ട് ആണോ? അയ്യോ, അതുകൊണ്ട് അങ്ങോട്ട് വെയിറ്റിനകത്തോട്ട് തള്ളി കയറ്റി ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നുണ്ട്. പറയാം ഏത് വർക്കൗട്ട് ആണെന്ന്. പിന്നെ ഞാൻ വെറുതെ ഇടക്കൊന്ന് അങ്ങനെ ആരെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചെന്ന് എടുത്തേച്ചതേ. ഇപ്പൊക്കെ വലിയ പുള്ളിയായല്ലോ. വലിയ പുള്ളിയെ നിങ്ങൾ ചെയ്യിപ്പിക്കുമല്ലോ. നിങ്ങളുടെ അച്ഛനും അല്ല, ഇവിടെ 1 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. 1 കിലോന്നും പണ്ട് പൊങ്ങത്തെ പോലും. ഇപ്പൊ 15 കിലോ ആണ്. എനിക്ക് വയ്യതേ. പ്രോഗ്രസ് ആയെന്ന് തോന്നുന്നു. വലിയ പ്രോഗ്രസ് ആയി. നിങ്ങൾ പഠിപ്പിച്ച്. ഞാനാണ് പഠിപ്പിച്ചത്. നിങ്ങൾ ഒരേ ദിവസം പഠിപ്പിക്കുക. എടാ മോനെ ഇതിന് വേണം. ഇല്ല, അമ്മേനെ കൊണ്ട് പറ്റും, എടുത്തോ. പിന്നെ അവിടെ അങ്ങനെ കൈയും കാലും ഒടിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഒരു ബക്കറ്റ് വെള്ളം നിറച്ച് വെച്ചോ. വാമ്മ പിന്നെ നോക്കാൻ പാടില്ല. എടാ മോനെ വാടാ. ഇല്ല, അമ്മേനെ കൊണ്ട് പറ്റും. അമ്മേനെ കൊണ്ട് പറ്റും. നമ്മള് പ്രായമാവുമ്പോ എല്ലാം മാറരുത്. ഒഴിഞ്ഞു മാറുമ്പോഴാണ് ഈ ശരീരം അവിടെ കിടന്നു പോകുന്നത്. പറ്റുമെന്ന് പറഞ്ഞ നിങ്ങളിപ്പോ ഈ പരുവത്തിൽ കൊണ്ട് എത്തിച്ച്. ഇപ്പൊ 15 കിലോ ഒക്കെ അല്ലേ ഇപ്പൊ. ആരാണ് ഫുഡുണ്ടാ? അതിനു വേണ്ടിയാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചില്ലായിരുന്നു, കണ്ടിട്ട് ചോദിച്ചില്ലല്ലോ ഇതിനായിട്ടും. അത് മറന്നുപോയല്ലോ. എന്താ പണിക്കാരവിടെ നിൽക്കുന്നത്? നീ അച്ഛനെ ചെന്ന് ഷിഫ്റ്റ് ഇട്ട് പുള്ളിനെ റെസ്റ്റ് 1 മണിക്കൂർ കൊടുക്കണം. ഓക്കെ ശരി, ഞാൻ കാണിച്ചു തരാം ആദ്യം. മതി. രാവിലെ ഞാൻ തന്നെ എഴുന്നേരപ്പോ എനിക്ക് തന്നെ കുറച്ച് വിശപ്പ് വന്നപ്പോ ഞാൻ തന്നെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് അമ്മയ്ക്ക് പുതിയത് കൊടുക്കാമല്ലോ. ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി തുടങ്ങണ്ട. അമ്മയ്ക്കൊരു ബാഗ് ഉണ്ട് നോക്കിയതിനകത്ത്. ഇപ്പൊ കിറ്റ് മാറി ബാഗ് ആയല്ലോ. അതെ അത് കുഴപ്പമില്ല, ഞാൻ മേടിച്ചതാ. അത് നല്ല ബാഗല്ലേ? പിന്നെ ഫ്രീ കിട്ടിയത്. മസിലുള്ള ബ്ലേസ് ആൾക്കാരെന്ന്. അല്ലേ, ഇത് മസിലുള്ള ബ്ലേസ് ആൾക്കാരെന്നാ. ഫ്രീ കിട്ടിയത് ആര് പറഞ്ഞു? ഇതെന്താ അറിയല്ലേ? സ്റ്റീലിൻ്റെത്. ഇതിന് മധുരം ഒന്നും ഇല്ല കേട്ടാ. ഇത് കഴിച്ചിട്ട് ബ്ലോട്ടിങ് ഉണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും വില കൂടി വരണമുണ്ട്. വയറ് വീർക്കായിരിക്കും ഗ്യാസിന്. പക്ഷെ അതിപ്പോ തൽക്കാലം പൈസ വേസ്റ്റ് ചെയ്യണ്ട. വേണ്ട. ഇതിനകത്ത് ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. ഇത് കയ്യില് റിസ്റ്റ് ആയിട്ട് കെട്ട. ഇത് ഫ്രീയോ? അല്ല, അവരുടെ കമ്പനി അമ്മ, അവർക്ക് മേടിക്കാനും കിട്ടും. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ പോലും ആ കമ്പനിക്കാര് വിൽക്കുന്നതും കൂടിയാ. അതിന്റെ കൂടെയുള്ള ഫ്രീ ഒന്നും അല്ല. ഇതൊക്കെ ഫുൾ ക്യാഷ് ആണ്. ഇത് ഫ്രീ ആയിരിക്കും. പിന്നെന്താ പ്രൊമോഷനാ? അതും ബാഗും ഫ്രീ ആയിരിക്കും. അതും ബാഗും ഫ്രീയാ. മറ്റേ ബാക്കിയുള്ള സാധനമൊക്കെ ഒറിജിനലാ. എനിക്ക് ഒരു സാധനം കൂടി ഉണ്ട്. ഒരു സാധനം കൂടി ഉണ്ട്. അമ്മ രാവിലെ വർക്കൗട്ട് പോകാൻ നേരത്ത് അവിടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് കുറച്ച് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. കൂടുതൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കീറി പോയി കിടക്കും കേട്ടാ. ഇത് ക്രിയേറ്റിൻ ഡ്രഗ് ആണ്. ഇതൊന്നും തുറന്നേ. ഇതിന് ആപ്പിൾ ഫ്ലേവറാ കേട്ടാ, ഫ്രൂട്ടി ഫ്ലേവറാ എടുത്തിരിക്കുന്നത് ഞാൻ. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു സ്പൂൺ ഇട്ടാൽ മാത്രം മതി. 3 ഗ്രാം അല്ലോ കേട്ടാ. ഒരു 3-4 ഗ്രാം മേടിച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉന്മേഷം കൂടും അമ്മയ്ക്ക്. ജിമ്മിനകത്ത് ഉന്മേഷം കൂടി കീറി കിടക്കും. കീറി
അമ്മയ്ക്ക് അത്യാവശ്യം എത്ര വെയിറ്റ് എടുക്കണം നീ ഇപ്പൊ ഒന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റിന്റെ എണ്ണം കേറി പോകുന്നൊക്കെയാണ് പാരമ്പര്യമായിട്ട് ആൾക്കാർ പറയുന്നത് ജിമ്മിലുള്ളവർ. അമ്മയുടെ മോനല്ലേ ചലഞ്ചിനൊട്ടും ആ ചലഞ്ച് കുറയ്ക്കാനല്ല. അപ്പൊ ഞാൻ മസിൽ ബേസിന്റെ ക്രിയേറ്റർ അല്ല കേട്ടോ, ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളവർ. അതിന് നല്ല പൈസ മേടിച്ചായിരുന്നു ഞാൻ. പക്ഷെ ഇത് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് കഴിച്ചിട്ട് പറയാം. ഇത് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് പോയിട്ട് നമുക്ക് വർക്കൗട്ടിന് ഇടക്ക് മറ്റേ വെള്ളം കുടിക്കുന്ന ആ വെള്ളത്തിൽ കുടിച്ചാൽ മതി. ചെറിയൊരു 3 ഗ്രാം ഇട്ടാൽ മതി. അതിനകത്തൊരു ഇതുണ്ട്. വെള്ളത്തിൽ ഇട്ടോണ്ടൊക്കെ പോയാൽ മതിയല്ലോ. വെള്ളത്തിൽ ഇട്ടോണ്ട് വേണേ പൊക്കോ, അല്ലെ അവിടെ ചെന്ന് വെള്ളത്തിൽ ഇട്ടോണ്ട് പോയാൽ ഒരു 1.5 ബോട്ടിൽ വെള്ളം കുടിക്കും. 1.5 ബോട്ടിൽ ഒരു ചെറിയൊരു സ്പൂൺ ഇട്ടാൽ മതി. കുറെ കൂടുതലൊന്നും ഇടണ്ട. ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറെ വെള്ളം കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ മസിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും. വന്നു കഴിഞ്ഞിട്ട് പ്രോട്ടീൻ കഴിക്കണം. അപ്പൊ ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പ്രോട്ടീൻ 1 സ്പൂൺ 1-2 കഴിച്ചു. പക്ഷെ ബ്ലോട്ട് ആവും കുറച്ച് 2 ആവും. വയറ് വീർക്കുന്നു ഗ്യാസ് കാരണം. ഗ്യാസ് പിടിക്കും, പാലിന്റെ അല്ലേ അതാ. അത് ഗ്യാസ് ഇല്ലാത്തതിനെക്കാട്ടി വില കൂടി വരണോണ്ട് ഐസൊലേറ്റ്. പക്ഷെ അതിന് കുറച്ചേറെ 1000 രൂപ കൂടി കൂടുതൽ, അതുകൊണ്ട് വേണ്ട. എന്നാ രണ്ടാമത്തെ ബോക്സ് ഇതും പ്രോട്ടീനാ. ഇത് ഞാൻ പക്ഷെ രാവിലെ ചെറുപ്പം പൊട്ടിച്ച്. അല്ല, ഇത് രണ്ടും അമ്മയ്ക്കാ. അപ്പൊ ഇത് അതിനകത്ത് ഒരു മെറ്റൽ സ്പൂൺ ഉണ്ട് കേട്ടോ. അത് കണ്ട യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം അമ്മ. എനിക്ക് സ്പോൺസർഷിപ്പ് ഇല്ല ഇതിന്. സ്പോൺസർഷിപ്പ് ഇല്ലെങ്കിലും നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞല്ലേ പറയാൻ പറ്റും. ശരി ശരി. തള്ളു എല്ലാവർക്കും തള്ളാം. ആദ്യം സാധനം നല്ലതാ ഇല്ലെന്നുള്ളത് നോക്കട്ടെ. നമ്മുടെ ഫസ്റ്റിലത്തെ നല്ലതായിരുന്നു. ഫസ്റ്റിലത്തെ കുഴപ്പമില്ല, അത് ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഇതിന് ഫ്ലേവർ ഒന്നുമില്ല. അതിന്റെ ഹെൽത്താണ് ചിലപ്പോ ഈ ഇത്രയും ഡെവലപ്പ് ഇതിലോട്ട് എത്തിയത്. പക്ഷേ ഈ ട്രൂ ബേസിക്സ് അവരുടെ കുറച്ച് പ്രീമിയം ബ്രാൻഡാണ്. ഇത് മസിൽ ബേസിന്റെ തന്നെയാണ് സാധനം, അവരുടെ കുറച്ച് പ്രീമിയം ബ്രാൻഡ്. ആ മസിൽ ബേസിന് എഴുതാത്ത ട്രൂ ബേസിക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അവർക്ക് പ്രൊമോഷൻ ഇല്ലെങ്കിലും ഇത് നല്ല രീതിയിൽ പോകുവാണല്ലോടാ. കുറെ മേടിക്കാറുണ്ടമ്മ. ഞാൻ മാത്രമല്ല മേടിക്കും, ഞാൻ എണ്ണൊന്നുമല്ല. അവിടെ കോടിക്കണക്കിന് മേടിക്കാൻ വരെ പിള്ളേരുണ്ട്. അപ്പോഴാ എന്റെ ചെരുപ്പിനകത്ത് മാക്കാച്ചിരിപ്പുണ്ടറിയോ. ഞാൻ ഇപ്പൊ കാല് കയറ്റി നോക്കിയപ്പോ എന്തോ ഒരു സാധനം തടയുന്നു. ചേരയോ? അയ്യോ ഇത് പിടിച്ചേ. ഒരു വൃത്തിമന ഇല്ലാതെ കൊണ്ട് ഇടുമ്പോൾ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. അതിന് ഇടക്ക് സ്കോർ ചെയ്യുന്നു. അവന് ജീവനുണ്ടായിരുന്നു. ഛേ, അവനിപ്പോ ചത്തുപോയാനെ ചവിട്ടി. ഇതിനകത്തില്ലല്ലേ. ഇതാണ് ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഇടാൻ പാടില്ലാത്ത കോപ്പ്. കാലിട്ട് നാത്തോട്ട് കയറ്റിയപ്പോ കേറുന്നില്ല കാല്. ചേരയില്ല, അതൊന്നും ഇല്ല. എത്ര ആണെന്ന് സംസാരിക്കാതെ ഒരു ഐഫോൺ മേടിക്കണം, അറിയാതെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ചായ എവിടെ വെച്ചിരിക്കാന്ന് വിളിച്ച് ചോദിരി. ആ നിക്കറ് മാറ്, ഈ നിക്കറ് വിട്ടോണ്ട് പോകണ്ട, ആ നിക്കറ് മാറ്. ഡ്രസ് സെൻസും ഇല്ലാത്തൊരു ചെറുക്കൻ. ആ ചെറുക്കൻ അവിടെ ഇരിക്കും, ആ ചെറുക്കൻ ഇറങ്ങിപ്പോവും. എന്താ വൃത്തികേട്. സബ്സ്ക്രൈബേഴ്സ് വരുന്നു. എവിടെ വന്ന്? ഞാൻ ജസ്റ്റ് ഇപ്പം ജിമ്മിൽ പോന്നു. ഹലോ, പകുതി വഴി കൊണ്ടിട്ടാണ് ഓക്കെ ബൈ. ഇതാരാ ഓടി വരുന്നത്? വണ്ടി. നീ എവിടെ ഓടി വന്ന്? അവിടെ ആര്? ഓ നോക്കിപ്പോ പതുക്കെയോട് ബോയ്സ്. ഞാൻ കുറച്ച് കമന്റ്സ് കണ്ട് ഞാൻ ഈ ചെറിയ വീട് എന്ന ടൈപ്പ്. നിങ്ങൾക്ക് അതാണോ വൈബ് വരുന്നത്? ചിലപ്പോൾ എൻ്റെ ഡയലക്ട് കാരണമായിരിക്കും കേട്ടോ. ചിലപ്പം ആരുണ്ടോ എൻ്റെ സംസാര രീതി കാരണമായിരിക്കും. മോസ്റ്റ്ലി ആലപ്പുഴയിൽ ഇങ്ങനെ, ഞാൻ ആലപ്പുഴയിൽ പുച്ഛമായിട്ട് സംസാരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും എൻ്റെ പുച്ഛ എനിക്കറിയാമല്ലോ. ഞാൻ മിക്കവാറും ചില സമയത്തൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്യുന്ന ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് സം പീപ്പിൾ ഡു ഫീൽ ഇറ്റ്. മേ ബി അത് നമ്മുടെ ജാഗൻസ് യൂസ് ചെയ്യുന്ന വ്യത്യാസങ്ങളുണ്ടായിരിക്കും, ഡയലക്റ്റിന് വ്യത്യാസമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം it could be also like maybe I don't want to get too comfortable and complacent that quickly, so I tend to discredit അല്ല, I tend to keep everything sort of on the low end. ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത്ര പെട്ടെന്ന് ഞാൻ എനിക്കൊരു വാവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഇറ്റ് ഈസ് റിയലി ഹൈ. ഐ കീപ് മൈ സ്റ്റാൻഡേർഡ്സ് ഹൈ, ഐ കീപ് മൈ ഗോൾസ് ഹൈ. I don't think like ഒരു കംപ്ലേസൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ യു ഹാവ് ടു ബി ഓൾവേസ് ഓൺ യുവർ ടോ, സോർട്ട് ഓഫ് ലൈക്ക് എയിമിങ് ഹയർ. ഇതിന് നെഗറ്റീവ് പാർട്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന്. പക്ഷെ എന്നാലും ഐ എം ഫൈൻ ഹൗ ഐ ആം റൈറ്റ് നൗ. സോ സം പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഐ കാൻ. അപ്പോൾ ചിലർക്ക് പറഞ്ഞു കൊടുക്കാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും പോയിട്ട് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു അങ്ങനെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാണേണ്ട സമയമൊന്നുമില്ല. അപ്പം സോ I do appreciate the house. I do love the house. My mom put a lot of effort into it. So like അമ്മ അത്രയ്ക്ക് എഫേർട്ട് ഇട്ടുണ്ടാക്കിയ വീടാണ്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടവും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി നിൽക്കുന്നത് ഇതുള്ളത്. ബട്ട് ലൈക്ക് ഐ വാണ്ട് ഓൾസോ പ്രൊവൈഡ് ഹർ വിത്ത് എ ബിഗർ ഹൗസ്, ബിഗർ പ്ലോട്ട് ആൻഡ് ഓൾ ദാറ്റ്. മനസ്സിലായോ? അത് ഞാൻ വലിയൊരു സ്ഥലവും വലിയ വീടൊക്കെ എനിക്ക് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. ലൈക്ക് ഐ ഓൾവേസ് കീപ്പ് ഓൺ
പെട്ടെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എത്ര പ്ലേ ബട്ടൺസ് കിട്ടിയിരിക്കുന്നു, 4, 5, 6, 7 പ്ലേ ബട്ടൺസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് എണ്ണം അറിയത്തില്ല. ഐ റിയലി നെവർ റിയലി കൗണ്ടഡ്. 6, 8 ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അടുത്തേലോട്ട് പോകും. ആ ഒരു സ്വഭാവം അതായത് ആയിപ്പോയി. ചിലപ്പോഴൊക്കെ പിടിച്ച് താത്താൻ നോക്കി ഞാൻ തന്നെ, എനിക്ക് പ്ലേ ബട്ടൺ കിട്ടി, ഓ യു ഹാവ് ടു ബി ഹാപ്പി. സംടൈംസ് ലൈക്ക് അടുത്ത ഗോളെന്ന് പറഞ്ഞ് നമ്മൾ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിന്നെ മൈൻഡ് പിന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡ്രിഫ്റ്റ് അവേ ഫ്രം ലൈക്ക് ഹാവിങ് ഫൺ. സോ ഐ ട്രൈ ടു കീപ് മൈ സെൽഫ് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ പിടിച്ച് വലിക്കും എന്നെ. വല്ല മനസ്സിലായ അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിവേ ബോയ്സ്, ലെറ്റ്സ് ഗോ ടു ദ ജിം ആൻഡ് ഗെറ്റ് യോക്ഡ്. ബോയ്സ് ധാരാളം നോക്കി, ഞാനിവിടെ വന്നെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഒരു പണിയില്ല, വേറെ കുത്തിയിരിപ്പ് മാത്രം. ട്രെയിനിങ് ചെയ്യിച്ചോണ്ടിരിക്കുന്ന ബംഗാളി പിള്ളേർ ഓൾറെഡി വണ്ണം പോയി, ചെയ്യിപ്പിച്ച് വണ്ണം കൂടി നോക്കി. ഏതോ ഒരു സിനിമാടീനെ കൂട്ടായില്ലേ, കണ്ടില്ലേ? ഏത് സിനിമ കാണി എനിക്കറിയത്തില്ല. ഏതൊക്കെ സിനിമാടീനെ അറിയാം? പല ആൾക്കാർ എത്ര പേര് അറിയാം? അറിയാം. അറിയാന്നവരുടെ പേരൊന്നും പറയാവാ. അടുത്ത ഇന്ന് പോയി ചെസ്റ്റും ഷോൾഡറും ചെസ്റ്റും ഷോൾഡറും ചെയ്യണ്ട. അത് തന്നെ മോനെ. ഞാൻ അമ്മയുടെ കാര്യം പറയുമായിരുന്നേ. അമ്മയ്ക്ക് പ്രീ ഡയബറ്റിക് ആയ സമയത്തില്ലേ, കഴുത്തിന്റെ പുറകിൽ ഇത് ഇവിടെ ഒരു പാട് വരുമായിരുന്നു ഇങ്ങനെ, കണ്ട ഇത് കറുത്തിരിക്കും. ഇത് പ്രീ ഡയബറ്റിക്കിന്റെ ലക്ഷണമാ. ഇപ്പൊ ഇല്ല. അമ്മ പണ്ട് പറഞ്ഞോണ്ടിരുന്നത് വരവിടുന്നോണ്ടാണെന്ന്, കേട്ടാ. ഇപ്പൊ അത് വരവിടുന്നോണ്ടല്ലോ, ഇപ്പൊ അമ്മ വരവിടുന്നോണ്ടല്ലോ. അത് ഇല്ലല്ലോ, അത് വരവമ്മ ഇടാറുണ്ടല്ലോ. എന്തിനാ ചിരിക്കുന്നത്? മാല മേടിച്ച കൊടുത്തതാണ്, പണയത്ത് കിടക്കുക ബാങ്കില്, സുരക്ഷിതമായിട്ട് ബാങ്ക് ഇരിപ്പുണ്ട്. എന്റെ ഇരിപ്പുണ്ട്, പേടിക്കണ്ട, നമ്മളെല്ലാം ഒരേ കണ്ണില്ല. ആണോ? കേട്ടാ, എന്റെ രണ്ടെണ്ണം ഇരിപ്പുണ്ട്. എന്റെ എംപിക്കുണ്ടാ ഇത്രയും പണിയെടുത്തിട്ട് എംപിക്കുണ്ടാ മാല? എന്തേ സമയം കിട്ടിയതാ. അമ്മയുടെ എന്ത് പൈസ നമ്മള് ഫ്രൂട്ട് ബീർ എത്തിരിക്കുകയാണ്, മധുരം പകരാൻ. നമ്മൾ ഷോട്ട് കഴിക്കാൻ. അവൻ ഷോട്ട് കഴിക്കുന്ന, ഞാൻ മധുരം കഴിക്കുന്നു. ഇതാണ് ഷോട്ട്, കേട്ടല്ലോ ബോയ്സ്. നമ്മുടെ ബെറിയപ്പം വന്നിരിക്കുകയാണ്. അതിനിപ്പോൾ ഡയറ്റിലല്ലോ, അപ്പോൾ എനിക്ക് എന്ത് കഴിക്കാം. എപ്പോഴും കാണിച്ചിട്ടുള്ളതാ. ഞാൻ വിചാരിച്ച് ഇത് സൂപ്പർ ആയിരിക്കും. സൂപ്പർ അല്ലേ? അച്ഛൻ കോയി ഉണ്ട്, ഷുഗർ ഒന്നും ഇല്ലല്ലേ, സെറ്റ് ടേസ്റ്റ് അല്ലേ ഇത്? പിന്നെ മാത്രമല്ല നല്ലേ, പിന്നെ കുഴപ്പമില്ല. ഇതാണ് സാധനം. പുളിയായിരിക്കും അത്, പിന്നെ എപ്പോഴും കഴിക്കണല്ലേ. പുളിപ്പായിരിക്കും. അല്ലേ, നല്ല കേർഡും ബ്ലൂബെറിയുടെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആണെന്ന് തോന്നുന്നു, അറിയില്ല. നിങ്ങൾക്ക് തോന്നുന്നു ഒരെണ്ണം കൂടി എന്തായി ടേബിളിൽ ഇരിക്കുന്നതെന്ന്. സ്വീറ്റ് ടൂത്ത്, അത് കുനാഫ ഉണ്ടെന്നാണ് പറയുന്നത്. ഓ നോക്കട്ടെ, കുറച്ച് വെനില ഐസ്ക്രീമൊക്കെ ആയിട്ട്. കൊള്ളാം, കുറച്ച് ഹെവി ആവട്ടെ. ഇഷ്ടപ്പെട്ടു. നിന്റെ സെലക്ഷൻ നമ്മളെല്ലാരും കണ്ട്. കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി കുട്ടാ. കഴിക്കണ്ട നീ അത്. അപ്പൊ നമുക്കിനി ഫുഡ് എവിടെ നിന്ന് കഴിക്കാം? ഇത് ഡിസേർട്ട് അല്ലേ? ഇതിനു മുമ്പേ മറ്റേ ക്യൂട്ടി പൈന്ന് ചീസ് കേക്ക് കഴിച്ചുള്ളല്ലേ, അപ്പൊ ഇതും കൂടി 3 ഡിസേർട്ട് ആയിരുന്നു. എനിക്ക് വയററിയാത്തത്ര കഴിക്കണമെന്ന്. വയററിയാത്തത്ര അല്ല, തൊണ്ടക്ക് മേളൂരെ കഴിക്കണമെന്നല്ല മനസ്സിലാക്കിയ. അല്ല, ഇന്നലെ കിടന്നുപോയത് ഇന്നലെയല്ല, ഇന്നലെ ഞാൻ ഇപ്പൊ റെഡിയായല്ലോ.